ഹലോ, ഞാൻ റിജുസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ CCT മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത് CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 5 കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ജനറൽ സയൻസ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. അതിൽ ഈ വീഡിയോയിൽ പറയുന്നത് ടേബിൾ 5.1 കമ്പ്യൂട്ടർ ടെർമിനോളജിയാണ് നമ്മൾ പറയുന്നത്. അപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും നമ്മൾ വീഡിയോസ് ഒക്കെ തുടർച്ച ചെയ്തുകൊണ്ട് പറയണമെന്നുള്ളൂ. 24/8/2024 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം നമ്മൾ അന്ന് രാത്രി വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. അതുപോലെ തന്നെ സ്പെഷ്യൽ ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട് അന്നേ ദിവസം തന്നെ രാത്രി നമ്മൾ വേറൊരു വീഡിയോ കൂടി ചെയ്തിരുന്നു. അപ്പൊ അതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. പക്ഷെ ഒരു സോങ്സ് മിക്സ് ചെയ്ത വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു പറഞ്ഞിരുന്നു, പക്ഷെ അത് നടന്നില്ല. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോ തിരക്കായിരുന്നു, കേക്ക് ബേക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പകൽ ടൈം ബിസി ആയിരുന്നു എന്ന് പറയാം. അതുകൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല. സോങ്സ് മിക്സ് ചെയ്തിട്ടുള്ള വീഡിയോ 24/8/2024 അപ്ലോഡ് ചെയ്യേണ്ടതായിരുന്നു. അപ്പൊ അത് വൈകി പോകുന്നതിന് ദയവേത് ക്ഷമിക്കുക. എന്തായാലും നമ്മൾ വളരെ വേഗം തന്നെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യും. അതെൻ്റെ ബർത്ത്ഡേ എന്നുള്ള രീതിയിൽ ബർത്ത്ഡേ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. പഠിക്കുന്ന കാര്യം തന്നെയാണ്. അതിൻ്റെ ഒപ്പം നമ്മുടെ ബർത്ത്ഡേ ചെറിയ രീതിയിലുള്ള ഒരു വിഷസും അതുപോലെ തന്നെ സോങ്സും അതുപോലെ എഫക്ട്സും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള വീഡിയോ ആയിരിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ അത് അപ്ലോഡ് ചെയ്യും. എപ്പോഴും നമ്മൾ ഗാലറി ചെയ്ത് വെച്ചേക്കണമെന്നുള്ളൂ. കേക്ക് ഉണ്ടാക്കണ തിരക്കിലായി പോയി നമ്മൾ ബർത്ത്ഡേ ഇടാം. അത് കേക്ക് ഇറങ്ങി പരാജയപ്പെടുകയും ചെയ്തു എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട്. അതും കൂടി ഞാൻ പറയണ്. കാരണം നമ്മൾ ഓവൺ ഇല്ലാതെയാണ് കേക്ക് ചെയ്തത്. നമ്മൾ പെർഫെക്റ്റ് ആ രീതിയിൽ കിട്ടിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ പറയാന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ ടൈം ഉണ്ടാവില്ല, നമ്മൾ വേറെ വീഡിയോ ചെയ്യേണ്ടി വരും. ജസ്റ്റ് ഞാൻ പറഞ്ഞെന്നുള്ളൂ. സത്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാതെ പോയത്. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ 3 വീഡിയോയും 24/8/2024 തന്നെ അപ്ലോഡ് ചെയ്യുന്നുള്ള രീതിയിൽ ഉള്ള വാക്കുകളായിരുന്നു എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറയാൻ കാരണം. എനിക്ക് ഒരുപാട് വിഷമമുണ്ട് ആ വീഡിയോ ചെയ്യാൻ പറ്റാത്തതിൽ. കാരണം ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു നമ്മൾ ആ വീഡിയോ എടുത്തത് ഈ ബുക്ക് യൂസ് ചെയ്ത്. അപ്പോൾ 160 ക്വസ്റ്റ്യൻസ് ഏകദേശം ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ. ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് നമ്മൾ ചെയ്തത് വീഡിയോയില കൂടുതലും പ്രാധാന്യം കൊടുത്ത് വരുന്നത്. അപ്പം നല്ല രീതിയിൽ ചെയ്യാം എന്ന് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തെങ്കിലും ഒന്നും നടക്കാതെ പോയി. ബേക്കിംഗ് ആയിട്ട് നമുക്ക് അധികം റിലേഷൻ ഇല്ലാത്തൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ടൈം എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. അതുകൂടാണ്ട് വേറെ ഒരുപാട് തിരക്കുകളും നമുക്ക് വീട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. ഞാനത് ഓൾറെഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും ടൈപ്പ് സെറ്റ് ചെയ്ത് വെക്കും. കാരണം നിങ്ങളോട് അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞത് കൊണ്ടാണ് നമുക്കത് പറയേണ്ടി വരുന്നത്. കാരണം നമ്മൊരു കാര്യം പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് ചെയ്യാനുള്ള കടമയുണ്ട്, അല്ലെങ്കിൽ അതൊരു ശരിയായ രീതിയല്ല. അതുകൊണ്ടാണ് നമ്മളത് ഈ വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യം ആയതുകൊണ്ടും അത് നടക്കാതെ പോയതുകൊണ്ടും നമ്മൾ ഈ വീഡിയോ പറയണമെന്നുള്ളൂ. ദയവേത് മനസ്സിലാക്കാം. ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. കാരണം സിലബസ് അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അത് ഓർക്കുക. അപ്പം നമുക്ക് എന്തായാലും ഈ ടോപ്പിക്ക് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ന്യൂ ടെർമിനോളജീസ്, ആർഫിഡ്, റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ, റെറ്റിന സ്കാൻ, വൈമാക്സ്, വെബ്സൈറ്റ്സ് ഒക്കെ പറഞ്ഞിരുന്നു. അതിന് മുന്നേ മെയിൽ സിസ്റ്റം, സെർവേഴ്സ്, അങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. ഒരു കാര്യം കൂടി ഞാൻ പറയാണ്, ഞാൻ അങ്ങനെ കമന്റ് കാര്യങ്ങൾ അങ്ങനെ പറയാറില്ല. തെറ്റായ കമന്റ്സ് അയക്കായിരുന്നു അത്രേ പറയാറുള്ളൂ. അത് നമ്മുടെ ഒരു താല്പര്യത്തിന്റെ പേരിൽ അങ്ങ് പറയണമെന്നുള്ളൂ. നിങ്ങൾ കുക്കറിൽ ബേക്ക് ചെയ്ത് കേക്ക് ചെയ്ത് വിജയിച്ചവരുണ്ടെങ്കിൽ ദയവേത് കമന്റ് ചെയ്യണം എന്നുള്ള പ്രത്യേകം പറയണം. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ കുറെ ടൈം എടുത്ത് ചെയ്താണ്. വളരെയധികം വിഷമമുണ്ട്. കാരണം നമ്മൾ ബർത്ത്ഡേ ദിവസം ചെയ്ത കാരണം കൊണ്ട് നമ്മൾ 24/8/2024 എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസം തന്നെയാണ്. അപ്പൊ നമ്മുടെ ബർത്ത്ഡേ ദിവസം തന്നെ ചെയ്തൊരു റെസിപ്പി ചെയ്തുകൊണ്ട് തന്നെ അത് പരാജയപ്പെട്ടതിൽ വളരെയധികം വിഷമമുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാനും പറ്റിയില്ല. അപ്പൊ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാനത് നിങ്ങളോട് ദയവേത് ചോദിക്കുന്നത്.
അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സുണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ റിപ്ലൈ തരണം എന്നുള്ള പ്രത്യേകം പറയാണ്. എന്തായാലും ഞാൻ ചെയ്തിട്ട് ശരിയായില്ല, അത്ര എനിക്ക് പറയാനുള്ളൂ. നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നതായിരുന്നു. കേക്കിന്റെ ബാറ്ററും കാര്യമൊക്കെ നമ്മൾ രണ്ട് ഇതിൽ ഈ വീഡിയോയിൽ ഇത് പറയാൻ പാടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. CSAT ഒരു രീതി വെച്ച് നോക്കുമ്പോൾ ഇത് പറയേണ്ട കാര്യമില്ല. എന്നാലും നമുക്ക് വളരെയധികം പ്രധാനപ്പെട്ടൊരു കാര്യം എന്നോ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കുന്നതുകൊണ്ട് പറയണമെന്നുള്ളൂ. കാരണം അത്യാവശ്യം പാചകവും കാര്യങ്ങളൊക്കെ നല്ലതാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ജീവിതത്തിൽ അതൊക്കെ വളരെയധികം ഉപകാരപ്പെടും. അപ്പം അതുകൊണ്ട് പിന്നെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഈ ഒരു കാര്യം പൊതുവായിട്ട് പറയാമെന്ന് വിചാരിച്ചത് യൂട്യൂബിൽ. നിങ്ങൾ ദയവേത് ക്ഷമിക്കുക CSAT ക്ലാസ്സിൻ്റെ ടൈമിൽ ഈ ഒരു കാര്യം പറയുന്നതിന്. ഒരുപാട് ആഗ്രഹിച്ച് നമ്മളൊരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ അത് ഫെയിലിയർ ആകുമ്പോൾ വളരെയധികം വിഷമം ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം പ്രാധാന്യം എടുത്ത് പറയുന്നത്. എന്താ നമ്മുടെ CSATക്ക് എന്തായാലും നമ്മൾ വളരെയധികം പ്രാധാന്യം തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു കാര്യം നമ്മൾ ഒരുപാട് ടൈം എടുത്ത് ചെയ്തതുകൊണ്ട് നമ്മൾ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾ ദയവേത് കമൻറ്റ് ചെയ്യാം. കാരണം ഓവൺ കാര്യങ്ങളും യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. നമുക്ക് ഓവൺ ഇല്ല. നമ്മൾ കുക്കറിൽ നമ്മൾ കേക്ക് ചെയ്തപ്പോൾ നമ്മൾ സോൾട്ട് ഇട്ട് ചെയ്തു, അത് വിജയിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിലാണ് നമ്മുടെ ഈ ബർത്ത്ഡേ ദിവസം നമ്മൾ ചെയ്തത്. നമ്മൾ സോൾട്ട് ഒഴിവാക്കിയിട്ട് റിങ് ഇട്ടാണ് നമ്മൾ കുക്കറിൽ കേക്ക് ഉണ്ടാക്കിയത്. എല്ലാ രീതിയിലും പരാജയം എന്ന് പറയേണ്ട അവസ്ഥയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയാൻ കാരണം നമുക്ക് അത്രയും നമ്മൾ താല്പര്യം എടുത്ത് ഒരുപാട് നമ്മൾ പ്രതീക്ഷയോടുകൂടി ചെയ്ത ഒരു ബർത്ത്ഡേ കേക്ക് ആയിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ പറയണമെന്നുള്ളൂ. എന്തായാലും എനിക്ക് വളരെയധികം വിഷമമായി എല്ലാം കൊണ്ടും. ഈ വീഡിയോയിൽ നമ്മൾ പറയണമെന്ന് വെച്ചാൽ അത്രയും നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ടച്ച് ചെയ്തൊരു കാര്യമായി പോയി. അതുകൊണ്ടാണ് പറയാൻ കാരണം. എനിക്കറിയാം നമ്മൾ ഫെയിലിയർ ആയാലും വീണ്ടും നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്ത് കാര്യമാണെങ്കിലും. എന്നാലും ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എനിക്ക് അറിയണമെന്നുണ്ട്. കാരണം ഒരുപാട് നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷണങ്ങൾ നടത്തിയിട്ടാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തതൊക്കെ. അപ്പം അതുകൊണ്ട് ചോദിക്കണമെന്നുള്ളൂ. അപ്പം എന്തായാലും നിങ്ങൾ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇനി പറഞ്ഞുകൊണ്ടിരുന്നാൽ തീരില്ല. ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക. ഇത്ര നേരം നമ്മൾ കേക്ക് ബേക്കിംഗ് ബർത്ത്ഡേ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞതിന്. അപ്പം നമുക്ക് പറയാം CSAT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 5 കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, ജനറൽ സയൻസിൽ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ടേബിൾ 5.1 കമ്പ്യൂട്ടർ ടെർമിനോളജി. Table 5.1 Computer Terminology. Table 5.1 Computer Terminology. Access time. The time taken to retrieve data from a storage device or to obtain data from peripheral unit. Access time. The time taken to retrieve data from a storage device or to obtain data from peripheral unit. Access time. The time taken to retrieve data from a storage device or to obtain data from peripheral unit. Alphanumeric pertaining to a character set that contains letters, digits and usually other characters such as punctuation marks. Background job. A job in an operating system which has a lower priority than jobs being run simultaneously which involve any online activity. Binary digit. The digit 0 to the digit 0 or 1. Binary digit, the digit 0 or 1. Binary digit, the digit 0 or 1. Binary number system. Number system with a base of 2 bit, a smallest possible unit of information. Binary digit. Bit, smallest possible unit of information. Binary digit. Bung. Any mistake or malfunction of computer, program or system. A bus, a line or circuit used for transmitting data or power to a large number of devices.
central processing unit, the computer unit that performs the execution of instructions. Character set, a set of unique symbols arranged in a fixed order used by a device or language to denote information. Chip, the tiny bit of silicon that forms the heart of an integrated circuit. COBOL, common business oriented language. Compile, to translate a computer program written in a higher level source language into a machine language program. Computer system, a central processor and associated peripheral units. Data processing, the operations performed on data. Debug, to locate and correct any errors in a computer programs or to correct malfunctions in the computer or its peripheral equipment. Downtime, the period during which a computer is not operating correctly due to mechanical or electronic failure or malfunction. EDP, electronic data processing, the processing of data with electronic equipment. Executive, a program that helps manage the operation of a computer system. Flowchart, a graphic representation of the definition, analysis or solution to a problem in which symbols are used to represent operations, data flow or equipment. Fortran, a high-level programming language for scientific and mathematical use. Formula translation. Hardware, physical equipment such as mechanical, magnetic, electrical or electronic devices. Hexadecimal number, number system with a base of 16. Hexadecimal number system with a base of 16. High level language developed to make the task of programming easier. Input, the actual data which must be put into the computer to accomplish some task. The actual data which must be put into the computer to accomplish some task. Label, a group of characters used as a symbol to identify an item of data. An area of memory. Label, a group of characters used as a symbol to identify an item of data, an area of memory. Machine language refers to instruction written in machine code which can be immediately obeyed by a computer without translation. Main storage, the store from which instructions are executed. Memory, the chips in the computer where information and instructions are stored in binary code. Memory, the chips in the computer where information and instructions are stored in binary code. Microsecond, 1 millionth of a second. Millisecond, 1,000th of a second. Millisecond, 1,000th of a second. Octal number system with a base of 18. Offline, not connected directly to the main computer system. Online refers to any equipment or processes that sends information directly to the computer for immediate processing and immediate results. Operating system, an integrated collection of computer programs which supervise the sequencing of program by a computer. Operating system, an integrated collection of computer programs which supervises the sequence of program by a computer. നമ്മൾ മൈക്രോസെക്കൻഡ് മില്ലിസെക്കൻഡ് പറഞ്ഞപ്പോൾ ഇത്തിരി തെറ്റ് വന്നിട്ടുണ്ട്. നിസ്സാര വേർഡ് പോലും തെറ്റിപ്പറഞ്ഞ ഒരവസ്ഥയുണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന്. അപ്പോൾ ദയവേത് ക്ഷമിക്കാം. ചില സമയത്ത് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റാറില്ല സ്പെല്ലിങ്. നമ്മളെടുത്ത് പറയണമെന്നുള്ളൂ, CSET ആയതുകൊണ്ട് തന്നെ ദയവേത് ശ്രദ്ധിക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ. ഇനി ബാലൻസ് ഭാഗമാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെയൊക്കെ തന്നെ ടേം ഔട്ട്പുട്ട്, ദ റിസൾട്ട്സ് ഓഫ് ദ
computer's processing. Output, the results of the computer's processing. Output, the results of the computer's processing. Overflow, the quantity of data that exceeds the memory capacity of the storage register or location which is to receive the result. Packaged program, programs and subroutines written and supplied by the computer manufacturers to their customers. Processing, manipulation of information data in order to produce a specific result. Processor, a general term for any device capable of carrying out operations on data, sometimes used as a synonym for central processor. Processor, a general term for any device capable of carrying out operations on data, sometimes used as a synonym for central processor. Program, a sequence of instructions written in computer language. Programmer, a person who prepares problem-solving procedures and flowcharts and who may also write and debug routines. Programmer, a person who prepares problem-solving procedures and flowcharts and who may also write and debug routines. Programming language, a special language such as COBOL or BASIC in which a program is written so the computer can understand it. QE, a line or group of items of tasks in a computer system awaiting service. Random access memory, the part of the computer's memory where data instructions are stored temporarily. Read-only memory, the part of the computer's memory where permanent instructions are stored. Real-time, method of operation where data is absorbed by the computer at the actual time of its occurrence. Reserved words that cannot be used as data names, file names or procedure names. Remote accesses, communication between a computer system and one or more stations that are located at a distance from the actual computer system. Response time, in time sharing system, the elapsed time between the generation of a message at a terminal and the receipt. In time sharing system, the elapsed time between the generation of a message at a terminal and the receipt. Routine, a set of coded instructions arranged in proper sequence to direct the computer to perform a specific operation or a series of operations. Serial, the handling of operations or processes in a single device in sequential order, one at a time. The handling of operations or processes in a single device in sequential order, one at a time. Software, a set of computer programs or procedures concerned with the operation of data processing. A set of computer programs or procedures connected with the operations of data processing. A language used by the programmer to write a computer program. Source language, a language used by the programmer to write a computer program. Storage is synonymous with memory. String, a line of symbols of indefinite length treated as a single unit. Structured programming system.
A systematic procedure for writing programs in modular form with a clear logical structure. സോറി, നമുക്കിവിടെ തെറ്റുപറ്റി. സ്ട്രക്ചേർഡ് എന്നുള്ളത്, സ്ട്രക്ചർഡ് പ്രോഗ്രാമിംഗ് എന്നുള്ളത് ഒരു വാക്കാണ്. സിസ്റ്റം എന്നുള്ളത് അടുത്തതാണ്. നമ്മൾ ഒന്നിച്ച് വായിച്ചു പോയി. സ്ട്രക്ചർഡ് പ്രോഗ്രാമിംഗ് സിസ്റ്റം എന്ന് വായിച്ച് ദയവേത് ക്ഷമിക്കാം. സ്ട്രിങ് മുതൽ തുടങ്ങാം. സ്ട്രിങ് എ ലൈൻ ഓഫ് സിംബൽസ് ഓഫ് ഇൻഡിഫിനിറ്റ് ലെങ്ത് ട്രീറ്റഡ് ആസ് എ സിംഗിൾ യൂണിറ്റ്. സ്ട്രക്ചേർഡ് systematic procedure for writing programs in modular form with a clear logical structure. Structured programming, a systematic procedure for writing programs in modular form with a clear logical structure. System, a combination of processes, procedures or techniques that work together in an organized effort to accomplish specific and desired operations, tasks. System, a combination of processes, procedures or techniques that work together in an organized effort to accomplish specific and desired operations or tasks. Systems analyst, person trained in the analysis of business problems from solution with the aid of a computing system. Systems program controls the operations of a computer system. Terminal, a device or a point for communicating with the computer. Time sharing, a mode of operation in which several users through numerous terminal devices share access to a central computer concurrently and interact with the programs during execution. Systems analyst, person trained in the analysis of business problems from solution with the aid of computing system. Systems program controls the operations of the computer system. Terminal, a device or a point for communicating with the computer. Time sharing, a mode of operation in which several users through numerous terminal devices. A mode of operation in which several users through numerous terminal devices share access to a central computer concurrently and interact with the programs during execution. Time sharing, a mode of operation in which several users through numerous terminal devices share access to a central computer concurrently and interact with the programs during execution. Time sharing, a mode of operation in which several users through numerous terminal devices share access to a central computer concurrently and interact with the programs during execution. Time sharing, a mode of operation in which several users through numerous terminal devices share access to a central computer concurrently and interact with the programs during execution. Time sharing, a mode of operation in which several users through numerous terminal devices share access to a central computer concurrently and interact with the programs during execution. A mode of operation in which several users through numerous terminal devices share access to a central computer concurrently and interact with the programs during execution. Time slicing, mode of operation in which the computer performs on one program for a short while, then goes to work on another program for another short time and so forth. Time slicing, mode of operation in which the computer performs on one program for a short while, then goes to work on another program
for another short time and so forth. Track, the actual path on a moving storage medium on which data is recorded. Track, the actual path on a moving stage medium on which data is recorded. Zero suppression, deleting leading zeros from number in order to make results more readable. Zero suppression, deleting leading zeros from number in order to make results more readable. Zero suppression, deleting leading zeros from number in order to make results more readable. അപ്പോൾ കമ്പ്യൂട്ടർ ടെർമിനോളജി ആണ് നമ്മൾ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിലുള്ള തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തോ തെറ്റ് പറ്റിയെന്ന് തോന്നിയതുകൊണ്ട് പറയണമെന്നുള്ളൂ. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞു അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ ഔട്ട്പുട്ട്, ഓവർഫ്ലോ, പാക്കേജ് പ്രോഗ്രാംസ്, പ്രൊസസർ, പ്രോഗ്രാമർ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, QE, റാൻഡം ആക്സസ് മെമ്മറി, റീഡ് ഓൺലി മെമ്മറി, റിയൽ ടൈം, റിസർവ് വേർഡ്സ്, റിമോട്ട് ആക്സസ്, റെസ്പോൺസ് ടൈം, റൂട്ടീനി, സീരിയൽ സോഫ്റ്റ്വെയർ, സോഴ്സ് ലാംഗ്വേജ്, സ്റ്റോറേജ്, സ്റ്റിയറിംഗ്, സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് സിസ്റ്റം, സിസ്റ്റംസ് അനാലിസ്റ്റ്, സിസ്റ്റംസ് പ്രോഗ്രാം, ടെർമിനൽ, ടൈം ഷെയറിംഗ്, ടൈം സ്ലൈസിംഗ്, ട്രാക്ക്, സീറോ സപ്രഷൻ. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തത് ഈ ചാപ്റ്റർ ഇതോടെ അവസാനിക്കണം. ജനറൽ സയൻസ്, കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി അവസാനിക്കണം. ഇനി ചില ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് പറയാനുള്ളത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ജനറൽ സയൻസ്, കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. ജനറൽ സയൻസിൽ, കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഇതിൽ ടിക്ക് ചെയ്തേക്കുന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ടിക്ക് ചെയ്തേക്കുന്നത് ആൻസർ ആയിട്ട് വരും. ഇതിൽ പിന്നെ നമുക്ക് ചെറിയ തെറ്റുകളൊക്കെ പറ്റി പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയും. എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ടിക്ക് ചെയ്തേക്കുന്നതാണ് ആൻസർ എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചല്ല. അപ്പം നമുക്ക് തെറ്റുകൾ സംഭവിക്കാം മനുഷ്യനായതുകൊണ്ട് തന്നെ. ഒരു പക്ഷേ നമ്മൾ ചെയ്തതിൽ കാര്യമായ രീതിയിലുള്ള തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. അവർക്ക് ദയവത് ക്ഷമിക്കണം നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം 1 മുതൽ ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തായാലും പറയും. അതിനുശേഷം ഒറിജിനൽ ആൻസേഴ്സും കൂടിയും ഉൾപ്പെടുത്തിയൊരു വീഡിയോ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പം ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ഒരു കാര്യം കൂടി ഞാൻ പറയണം. ഇപ്പം ഞാൻ തെറ്റായിട്ടാണ് ഈ ആൻസർ രേഖപ്പെടുത്തിയ ഒരു അവസ്ഥയാണെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് ഇത് പഠിക്കുന്ന ടൈമിൽ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം എനിക്ക് തെറ്റുപറ്റിയാൽ നിങ്ങൾക്ക് തെറ്റുപറ്റരുത്. അതുകൊണ്ടാണ് നമ്മളിത് എടുത്ത് പറയുന്നത്. അപ്പോൾ ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഒറിജിനൽ ആൻസർ ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യുന്നു പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് കിട്ടും. അവിടെ ഒരു തെറ്റും സംഭവിക്കില്ല. കാരണം പ്രിന്റഡ് ആയിട്ടുള്ള ആൻസർ ആണ്. അപ്പം നിങ്ങൾ അത് ചെക്ക് ചെയ്ത് നോക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഇതെല്ലാം നമ്മൾ വീഡിയോന്റെ ഭാഗമായിട്ട് പറയണമെന്നുള്ളൂ. ഈ ദിവസം എടുത്ത വീഡിയോ കാര്യങ്ങൾ അങ്ങനെയെല്ലാം. അപ്പം നമ്മൾ ഈ ടിക്ക് ചെയ്തേക്കണതിൽ തെറ്റുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. കറക്റ്റ് ആൻസർ എല്ലായ്പ്പോഴും ചിലപ്പോൾ ശരിയാവണമെന്നില്ല. നമ്മൾ ചെയ്യുന്ന ടൈമിലൊക്കെ ഒരുപാട് പ്രാവശ്യം എനിക്ക് തെറ്റു പറ്റിപ്പോയി ഈ ആൻസറൊക്കെ ഇങ്ങനെ ടിക്ക് ചെയ്ത സമയത്ത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം നമ്മൾ പ്രത്യേകം പ്രാധാന്യം എടുത്ത വീഡിയോയിൽ പറയുന്നത്. അല്ലെങ്കിൽ വിട്ടുകളഞ്ഞേനെ. ജനറൽ സയൻസിൽ, കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് 1. Choose the odd one out. A. Micro computer. B. Mini computer. C. Super computer. D. Digital computer. Answer D. Digital computer. 1. Choose the odd one out. A. Micro computer. B. Mini computer. C. Super computer. D. Digital computer. Answer D. Digital computer. 2. The computer that is not considered as a portable computer is A. Laptop computer. B. Notebook computer. C. Mini computer. D. None of this. Answer C. Mini computer. The computer that is not considered as a portable
computer is A. Laptop computer, B. Notebook computer, C. Mini computer, D. None of this. 3. The unit of speed used for supercomputer is A. Kelops, B. Melops, C. Gelops, D. None of this. A. Kelops, B. Melops, C. Gelops, D. None of this. Answer C. Gelops. Answer C. Gelops. 3. The unit of speed used for supercomputer is A. Kelops, B. Melops, C. Gelops, D. None of this. Answer C. Gelops. The unit of speed used for supercomputer is A. Kelops, B. Melops, C. Gelops, D. None of this. Answer C. Gelops. 4. Univac is an example of A. First generation computer, B. Second generation computer, C. Third generation computer, D. Fourth generation computer. Answer A. First generation computer. 5. The unit that performs the arithmetical and logical operations on the stored numbers is known as dash. A. Arithmetic logic unit, B. Control unit, C. Memory unit, D. Both A and B. Answer A. Arithmetic logic unit. 6. The dash is the administrative section of the computer system. A. Input unit, B. Control unit, C. Memory unit, D. Central processing unit. Answer D. Central processing unit. 7. The number system on which the modern computers operate. A. Decimal number system, B. Octal number system, C. Binary number system, D. Hexadecimal number system. Answer C. Binary number system. 8. A terabyte comprises A. 1024 gigabyte, B. 1024 kilobyte, C. 1024 megabyte, D. 1024 byte. Answer A. 1024 gigabyte. A. Alternative A terabyte comprises A. 1024 gigabyte, B. 1024 kilobyte, C. 1024 megabyte, D. 1024 byte. 8. A terabyte comprises A. 1024 gigabyte, B. 1024 kilobyte, C. 1024 megabyte, D. 1024 byte. Answer A. 1024 gigabyte. Answer A. 1024 gigabyte. 9. The access time refers to A. Time required to locate and retrieve stored data, B. Time required to locate the lost data, C. Time required to delete specific data on a certain memory location, D. None of the above. Answer A. Time required to locate and retrieve stored data. 9. The access time refers to A. Time required to locate and retrieve stored data, B. Time required to locate the lost data, time required to delete specific data on a certain memory location, D. None of the above. 9. The access time refers to A. Time required to locate and retrieve stored data, B. Time required to locate the lost data, C. Time required to delete specific data on a certain memory location, D. None of the above. 10. Select the smallest memory size. A. Terabyte, B. Gigabyte, C. Kilobyte, D. Megabyte. Answer C. Kilobyte. Select the smallest memory size. A. Terabyte, B. Gigabyte, C. Kilobyte, C. Kilobyte,
D megabyte. Answer C kilobyte. Spelling mistake ഉണ്ട്, ദയവേത് ക്ഷമിക്കാം. ഇപ്പൊ 10 select the smallest memory size. A terabyte, B gigabyte, C kilobyte, D megabyte. Select the smallest memory size. A terabyte, B gigabyte, C kilobyte, D megabyte. Answer C kilobyte. Answer C kilobyte. 11. The type of memory that uses in circuit wiring to erase the content by applying electric field is A PROM, B flash memory, C EROM, D EROPROM. Answer D EROPROM. That 11. The type of memory that uses in circuit wiring to erase the content by applying electric field is A PROM, B flash memory, C EROM, D EROM. Answer D EROM. Answer D EROM. 12. The second storage device that follows the sequential mode of access is A optical disc, B magnetic disc, C magnetic tape, D none of this. Answer C magnetic tape. Answer C magnetic tape. 13. FPI stands for A folds per inch, B frames per inch, C figure per inch, D film per inch. Answer B frames per inch. Answer B. 12. The second storage device that follows the sequential mode of access is A optical disc, B magnetic disc, C magnetic tape, D none of this. Answer C magnetic tape. 13. FPI stands for A folds per inch, B frames per inch, C figure per inch, D film per inch. Answer B frames per inch. 14. A spiral shape track formatting is present in A floppy disk, B optical disk, C hard disk, D half inch tap cartridge. Answer B optical disk. 15. CD-ROM is a kind of A optical disk, B magneto-optical disk, C magnetic disk, D none of this. Answer C magnetic disk. 16. The dash database can be choice for the SFMS. A Oracle, B Mysore, C both A and B, D none of Greece. Answer C both. 17. In SFMS, messages are dashed with receiving nodes public key to protect confidentially of the message while in transit. A shown, B hidden, C encrypted, D decrypted. Answer C encrypted. 18. Various kinds of users in SFMS are namely A creator and verifier, B authorizer, C outper users. Answer D all this. ഒരിക്കൽ കൂടി പറയാണ്. 18. Various kinds of users in SFMS are namely A creator and verifier, B authorizer, C super users, D all this. ഇല്ല, ആൻസർ വരുന്നത് D ആണ്, all this. Answer D all this. In dial-up remote access a client uses the dash to create a physical connection to part on a remote access server of the private network.
In dial-up remote access, a client uses the dash to create a physical connection to part on a remote access server of the private network. Answer B, public telephone network. Answer B, public telephone network. 20. The expansion of CCA under the IT Act is A, Computer Communication Authority, B, Computer Controlling Adjudication, C, Control of Certifying Authority, D, Control of Certifying Act. Answer C, Control of Certifying Authority. 21. A VPN, Virtual Private Network, can provide a secure remote access through the dash rather than direct dial-up. A, local network, B, modem, C, internet, D, none of this. Answer B, modem. 22. With the rapid growth of technologies and internet, it is clear that no activity on internet can remain free from the influence of A, police, B, civil court, C, criminal law, D, cyber law. Answer D, cyber law. A, police, B, civil court, C, criminal law, D, cyber law. Answer D, cyber law. 23. What is the full form of IP? A, internet program, B, interface program, C, internet protocol, D, interface protocol. Answer C, internet protocol. In 24, full form of TCP is A, transmission control protocol, B, total control protocol, C, transmission control program, D, rotating control program. അപ്പോൾ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോറി, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും പറയാനുണ്ട്, അതോടെ നോക്കാം. 24. Full form of TCP is A, transmission control protocol, B, total control protocol, C, transmission control program, D, totaling control program. Answer B, total control protocol. സോറി തെറ്റുപറ്റി, ഒരിക്കൽ കൂടി പറയാണ്. 24. Full form of TCP is A, transmission control protocol, B, total control protocol, C, transmission control protocol, D, totaling control program. Answer A, transmission control protocol. Answer A, transmission control protocol. 25. Dash provides a common address space and routes the packets of data across the entire internet. A, IP, B, TCP, C, UDP, D, none of this. Answer A, IP. 26. Cyber space is being governed by a system of law and regulation called A, civil law, B, criminal law, C, electronic law, D, cyber law. Answer D, cyber law. 27. A centralized or distributed integrated repository for data storage connecting to one or more communications network. A, data center, B, data file, C, DBMS, D, none of this. Answer A, data center. 28. How does a bank get access to a good data center? A, built their own data center, B, use services of an outsourced data center, C, both A and B, D, none of this. Answer C, both A and B. 29. In CBSS, the dash will have low end computers servers which are connected to the central server. A, head office, B, zonal offices, C, branches, D, regional offices. Answer C, branches. 30. The core banking solutions are generally based on A, closed system, B, open system, C, blind system, D, none. Answer B, open system.
31 dash normally certifies a site on the internet as a secure site. B. CRISIL. B. CRA. C. VeriSign. D. None. Answer C. VeriSign. Answer C. VeriSign. 32. The process of starting the computer and loading of operating system programs for execution is known as A. Initialization. B. Boosting. C. Loading. D. Searching. Answer B. Booting. 33. ATMs can be of dash. A. Offline type. B. Offline type. C. Off-site type. D. All the above. D. All of the above. Answer B. Offline type. Answer B. Offline type. 33. ATM can be of dash. A. Online type. B. Offline type. C. Off-site type. D. All of the above. Answer B. Offline type. 34. With introduction of IT, the audit methodologies approaches are A. Audit through the computer. B. Audit around the computer. C. Audit with the computer. D. All A, B, C. Well, answer D. All A, B, C. 35. The committee for proposing legislation on electronic funds transfer and other electronic payments is known as dash committee. A. Rangarajan. B. Seraph. C. K.S. Shear. D. All of the above. Answer C. K.S. Shear. 36. Which of the following are inbuilt security features in computers used in branches? A. Transaction tracking. B. Passes, world and locking. C. Data recovery and backups. D. Disk duplex and mirror. Answer C. Data recovery and backups. 36. Which of the following are inbuilt security features in computers used in branches? A. Transaction tracking. B. Passes, world and locking. C. Data recovery and backups. D. Disk duplex and mirror. Answer C. Data recovery and backups. 37. The interconnectivity of computers to a common server within a small area is known as dash. A. LAN. B. WAN. C. WWW. D. None. Answer A. LAN. Answer A. LAN. 38. Dash is not an example of centralized controlling topology. A. Star. B. Bus. C. Tree. D. Loop. Answer B. Bus. 39. When data is written and stored in two hard disks over the same channel and in two hard disks simultaneously over different channels, the system is known as dash. A. Data mirroring. B. Disk mirroring. C. Data duplex. D. Disk duplex. And answer B. Disk mirroring. 40. Primary memory is used by a user. B. I/O devices. C. CPU. D. None of this. Answer C. CPU. 41. In a disk, each block of data is written into A. 1 sector. B. 3 sectors. C. 2 sectors. D. 2 or more sectors. Answer D. 2 or more sectors. 40. Primary memory is used by a user. B. I/O devices. C. CPU. D. None of this. Answer C. CPU. 41. In a disk, each block of data is written into A. 1 sector. B. 3 sectors. C.
2 sectors. D. 2 or more sectors. Answer D. 2 or more sectors. 42. The Pentium processor contains A. Tens of thousands of transistors. B. 100,000 of transistors. C. Thousands of transistors. D. Several millions of transistors. Answer D. Several millions of transistors. 43. Dash was the precursor to internet as we now it today. A. ARPANET. B. Usenet. C. Telnet. D. None. Answer A. ARPANET. Answer A. ARPANET. 44. In baking technology, normally dash UPS is used. A. Online. B. Offline. C. Standalone. D. All of the above. Answer A. Online. Answer A. Online. 45. Which of the following is not an operating system? A. DOS. B. Oracle. C. Linux. D. Windows. Answer B. Oracle. 46. In Word, what combination of keys do you press to delete an entire word? A. CTRL plus DL. B. Alt plus DL. C. Shift plus backspace. D. Shift plus Alt plus DL. Answer A. CTRL plus DL. Answer A. CTRL plus DL. 47. Hardware that adds two numbers is dash. A. The control unit. B. An internal CPU register. C. Arithmetic logical unit. D. Browser. Answer C. Arithmetic logic unit. 48. A data source is made up of dash. A. The text that changes with each version of a merged document. B. The graphics that change with each version of a merged document. D. The graphics can change only in documentary life. Answer C. Both the text and graphics that change with each version of a merged document. Answer C. Both the text and graphics that change with each version of a merged document. 49. Base stands for A. Wide assumed intimation section. B. Wide area internet service. C. Wide area information system. D. Wide assumed information section. Answer C. Wide area information system. 49. Base stands for dash. A. Wide assumed intimation section. B. Wide area internet service. C. Wide area information system. D. Wide assumed information section. Answer C. Wide area information system. 50. Identify of term out while using web browser. A. Linux. B. Windows 98. C. Internet Explorer. D. A communicator. Answer C. Internet Explorer. 51. A small amount of memory included in the process of a high-speed access is called a register. B. Cache. C. RAM. D. ROM. Answer B. Cache. 52. A byte represents a group of A. 10 bits. B. 40 bits. C. 8 bits. D. 22 bits. Answer C. 8 bits. 53. Which one of the following does not fail under the category of secondary storage devices? A. Static random access memory. B. Hard disk. C. Optical disk. D. Winchester disk. Answer A. Static random access memory. 54. The storage capacity of a cartridge type is dash. A. 100 MB. B. 40 MB. C. 400 MB. D. 20 MB. Answer C. 400 MB. 55. Which one of the following does not generate a hardware interrupt? A.
printer, B. hard disk, C. Program error, D. floppy disk. Answer C. program error. 56. MS-DOS is usually supplied on a dash. A. hard disk, B. cartridge tape, C. CD-ROM, D. floppy disks or diskettes. D. floppy disks or diskettes. 57. Which one of the software needs a compiler for its execution? A. DBase for, B. Oracle, C. Lotus, D. Fortran. And answer D. Fortran. 58. The life of a key switch in a modern keyboard is dash. A. 10 million cycles, B. 1 million cycles, C. 1 lakh cycles, D. 100 million cycles. Answer D. 100 million cycles. 59. Windows is popular because of its dash. A. GUI features, B. A desktop technology, C. multitasking capacity, D. being expensive. Answer A. GUI features. Answer A. GUI features. 60. Graphics is inserted in dash. A. frame, B. page, C. box, D. folder. Answer A. frame. 61. Bug means dash. A logical error in a program. B. A difficult syntax error in a program. C. Documenting programs using an efficient documentation tool. D. A logical error in text. Answer A. A logical error in a program. 62. A daemon wakes up dash. A 1 in or, B. once in a 10 microseconds, C. once in 1 minute, D. once in 5 minutes. Answer C. once in 1 minute. 63. Which one of the following cannot be used to enter a date? A. March 97, B. 4 March 97, C. 97 4 12, D. 3 4 97. Answer B. 94 4 12. Answer C. 97 4 12. Answer C. 97 4 12. 64. In order to delete the selected sentence, we can press the following key dash. A. backspace, B. del, C. CTL, D. A and B. Answer D. A and B. In order to delete the selected sentence, we can press the following key dash. A. backspace, B. del, C. CTL, D. A and O. Answer D. A and B. Sorry, നമ്മൾ പറഞ്ഞ തെറ്റൊന്നു. ആൻസർ ഡി എ ആൻഡ് ബി. ഒരിക്കൽ കൂടി പറയാണ്. 64. In order to delete the selected sentence, we can press the following key dash. A. backspace, B. del, C. CTL, D. A and B. Answer D. A and B. 64. In order to delete the selected sentence, we can press the following key dash. A. backspace, B. del, C. CTL, D. and B. 65. Indicate which one of the following best describes the term software. Indicate which one of the following best describes the term software. A. application program only, B. operating system program only, C. control system, D. both A and B. Answer D. both A and B. 66. Which one of the items given below is not an item of the menu bar? Which one of the items given below is not an item of the menu bar?
A route, B tools, C catalog, D exit. Answer A route. 66. Which one of the items given below is not an item of the menu bar? A route, B tools, C catalog, D exit. Answer A route. 67. Which one of the following is not an internal DOS command? A backup, B copy, C CLS, D break. Answer A backup. 68. Fifth generation computers are likely to exhibit A artificial intelligence, B heuristic behavior, C advanced parallel processing, D all of the above. Answer D all of the above. 69. As compared to diskettes, a third disks are as compared to diskettes, the third disks are A more expensive, B more portable, C less rigid, D slowly accessed. Answer A more expensive. 70. The two kinds of main memory are A primary and secondary, B random and sequential, C ROM and RAM, D all the above. Answer C ROM and RAM. 71. The first computer mouse is built by a Douglas Engelbart, C William English, C Daniel Kaufer, D Robert Sevecki. 71. The first computer mouse is built by a Douglas Engelbart, A Douglas Engelbart, B William English, C Daniel Kaufer, D Robert Sevecki. C Daniel Kaufer, D Robert Sevecki. 71. The first computer mouse is built by A Douglas Engelbart, B William English, C Daniel Kaufer, D Robert Sevecki. Answer B William English. 72. The barcode which is used on all types of items is read by a scanning device directly into the computer. What is the name of the scanning device? A laser scanner, B band, C OCR, D MICR. Answer A laser scanner. Answer A laser scanner. 72. The barcode which is used on all types of items is read by a scanning device directly into the computer. What is the name of this scanning device? A laser scanner, B band, C OCR, D MICR. Answer A laser scanner. 73. The OCR stands for A outsized character reader, B optical character recognition, C operational character reader, D only character reader. Answer B optical character recognition. Answer B optical character recognition. 74. The central processing unit CPU consists of A input, output and processing, B control unit, primary storage and secondary storage, C control unit, arithmetic logic unit and primary storage, D control unit, processing, primary storage. Answer C control unit, arithmetic logic unit and primary storage. Answer C control unit, arithmetic logic unit and primary storage. ഇനി ലാസ്റ്റത്തിന് പറയുന്നത് 75. An integrated circuit IC is a fabricated on a tiny silicon chip. B a complicated circuit, C much costlier than a single transistor, D an integrated device. Answer A fabricated on a tiny silicon chip. Answer A fabricated on a tiny silicon chip. 75. An integrated circuit IC is a
fabricated on a tiny silicon chip. B, a complicated circuit. C, much costlier than a single transistor. D, an integrating device. Answer A, fabricated on a tiny silicon chip. Answer A, fabricated on a tiny silicon chip. 75. An integrated circuit IC is A, fabricated on a tiny silicon chip. B, a complicated circuit. C, much costlier than a single transistor. D, an integrated device. Answer A, fabricated on a tiny silicon chip. Answer A, fabricated on a tiny silicon chip. സോറി, എൻ്റെ മൈക്ക് ഓഫായി പോയതാണ്. അപ്പം നമ്മൾ പറഞ്ഞത് ജനറൽ സയൻസിൽ കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ 75 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇതിൽ ഓർഡർ തെറ്റിപ്പോയിട്ടുണ്ട്, ചിലതൊക്കെ തെറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പം ദയവേത് ക്ഷമിക്കുക, അത് പ്രത്യേകം എടുത്ത് പറയണ്. പിന്നെ ഇത് ഒറിജിനൽ ആൻസേഴ്സ് ആണ് നമ്മൾ ഇത്രയും പറഞ്ഞതിൻ്റെ. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ വീഡിയോയിൽ കാണിച്ച് ശരിയാവില്ല, കാരണം നമുക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ മൗനമായിട്ട് ക്വസ്റ്റ്യൻസും നമ്മൾ വീഡിയോയിൽ എടുത്തതിന് ശേഷം ലാസ്റ്റ് ഈ ഒറിജിനൽ ആൻസേഴ്സ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതാണ് ആൻസർ. 75 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ നമ്മൾ 1 മുതൽ 75 ക്വസ്റ്റ്യൻസ് ജനറൽ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജിയിലാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നതായിരിക്കും. ക്ലാസ് അല്ല, ജസ്റ്റ് ഒരു നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു വീഡിയോ, അത്രേ ഉള്ളൂ. ക്ലാസ് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സ് പറയാം. ഒന്ന് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു മാറ്റർ, അതുപോലെ തന്നെ ഇനി ഇങ്ങനൊരു വിഭാഗമാണ് വരുന്നത്, ഹിസ്റ്ററി ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞിട്ട്. ഹിസ്റ്ററി ആൻഡ് കൾച്ചർ അതിൽ 1 ഏൻഷ്യന്റ് ഹിസ്റ്ററിയിൽ ഒരുപാടുണ്ട്, വലിയ ചാപ്റ്റേഴ്സ് ഒക്കെ ഇനി വരുന്നത്. 2 മിഡീവൽ ഹിസ്റ്ററി, പിന്നെ 3 മോഡേൺ ഹിസ്റ്ററി, പിന്നെ 4 ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്, പിന്നെ 1 ഏൻഷ്യന്റ് ഹിസ്റ്ററി, ദ പ്രീ ഹിസ്റ്റോറിക് പീരിയഡ്, പഞ്ചാബ് പ്ലെയിൻസ് ആൻഡ് കാശ്മീർ വാലി, ഫിഗർ 1.1 പാലിയോലിത്തിക് ഏജ് നോട്ട് വെൽ ഷേപ്ഡ്, പ്രീ ഹിസ്റ്ററി. ഇത് വരുന്നത് ഹിസ്റ്ററി ആൻഡ് കൾച്ചറിലെ ഏൻഷ്യന്റ് ഹിസ്റ്ററി. അസസ്മെന്റ് ഓഫ് പ്രീ ഹിസ്റ്ററി 1, പെനിൻസുലാർ ഇന്ത്യ, മാപ്പ് 1.1 സ്റ്റോൺ ഏജ് സൈറ്റ്സ് ഓഫ് ഇന്ത്യ, ദ മെസോലിത്തിക് മാൻ അപ്രോക്സിമേറ്റ്ലി 8000-4000 BC. Figure 1.2 Mesolithic age shaped but not polished. Figure 1.3 Megalithic burial types. Assessment of prehistory 2. ഈ ടോപ്പിക്സുകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും ഇതിലുള്ള തെറ്റുകൾ ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞതിന്റെ ഓർഡർ തെറ്റിപ്പോയിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെങ്കിലൊക്കെ ദയവേത് ക്ഷമിക്കുക. ഇന്നത്തെ വീഡിയോയിൽ മൊത്തത്തിൽ നമുക്കൊരു തെറ്റ് പറ്റിയൊരു അവസ്ഥയാണ്. കാരണം എന്താ പറയാ, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ രാത്രിയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു എന്താ പറയാ, നമ്മൾ ഉറക്കമൊക്കെ എന്താ പറയാ ഉപേക്ഷിച്ചാണ് വീഡിയോ എടുക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പൊ നമുക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമുക്ക് ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യാനുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ രാത്രിയൊക്കെ വീഡിയോ ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ എന്തായാലും ഡ്രോബാക്സ് ഒക്കെ നിങ്ങൾ ദയവേത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇന്ന് അത് കാരണം മൊത്തത്തിൽ നമുക്ക് അങ്ങോട്ട് അത്ര ഒരുപാട് ടോപ്പിക്സ് നമ്മൾ എടുത്തൊന്നും പറയാൻ പറ്റില്ല. എന്തെന്നേലും
ഞാൻ ആകെ 75 ക്വസ്റ്റ്യൻസ് പറഞ്ഞു, പിന്നെ വേറെ ടേബിളും പറഞ്ഞിട്ടുള്ളൂ ഈ വീഡിയോയിലൊക്കെ. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പിന്നെ അതിൻ്റെതായിട്ടുള്ള എന്താ നമുക്ക് കുറച്ച് ത്യാഗം എടുക്കേണ്ടതായിട്ട് വരും എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ മാത്രം ഇങ്ങനെ ഒരു മിസ്റ്റേക്കുകളോ ഒന്നുപോയി. ഞാനിതിപ്പോൾ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് പറയേണ്ടി വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു അറിവ്. അപ്പം എന്തായാലും എല്ലാം ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയാൻ നമുക്കാവുള്ളൂ. പരമാവധി നമ്മളത് നല്ല രീതിയിൽ തന്നെ വീഡിയോ എടുക്കാൻ പരിശ്രമിക്കും. പിന്നെ രാത്രി നമ്മൾ വീഡിയോ എടുക്കുന്നത് ഒഴിവാക്കാന്നാണ് വിചാരിച്ചത്. കാരണം നമ്മൾ ഉറക്കം കളഞ്ഞ് വീഡിയോ എടുക്കാന്ന് വെച്ചാൽ തന്നെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സാക്രിഫൈസ് ചെയ്യേണ്ട അവസ്ഥയുണ്ട്. പക്ഷെ നമ്മൾ ഇനി ഒരു പക്ഷെ പകൽ വീഡിയോ എടുക്കുക എന്ന് വെച്ചാൽ അത് നടക്കുന്നില്ല എന്ന് തന്നെ പറയണം. കാരണം പകൽ ഭയങ്കരമായിട്ട് ബിസി ആവണ അവസ്ഥയാണ്. ഇപ്പൊ എല്ലാ ദിവസവും നമ്മൾ 4 മണി വരെയൊക്കെയാണ് വീഡിയോ എടുക്കുന്നുണ്ട്. 12:30 ആ ഒരു ടൈം, 1 മണി അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. എന്തായാലും CCTVക്ക് വേണ്ടി നിങ്ങൾക്ക് നല്ല രീതിയിൽ വീഡിയോ ഒക്കെ ഉപകരിക്കും എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ രാത്രി എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾ ദയവേത് ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ മനസ്സുണ്ടാവണം എന്നാണ് എനിക്ക് പറയാനാവുള്ളൂ. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, നമ്മൾ പകൽ വീഡിയോ എടുക്കുന്നു രാത്രി വീഡിയോ എടുക്കുന്നു വ്യത്യാസമുണ്ട്. അപ്പം അത്രയും ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കണം. അതുപോലെ തന്നെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സിലബസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പം ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം, ഒരിക്കലും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യും, സോങ്സ് ഒക്കെ മിക്സ് ചെയ്ത് എഫക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ കോൺസെൻട്രേഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. പിന്നെ നമ്മൾ 24/8/2024 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു പറഞ്ഞിരുന്നു. ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് നമ്മൾ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ സൂചിപ്പിച്ചിരുന്നു സോങ്സ് മിക്സ് ചെയ്തിട്ടുള്ള വീഡിയോ. അത് നമ്മൾ നല്ല രീതിയിൽ തന്നെ അപ്ലോഡ് ചെയ്യും. അത് നമ്മൾ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാര്യമായിട്ട് പറഞ്ഞിരുന്നു നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുള്ളത്. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്ക് CSID-നെ കുറിച്ച് നല്ലൊരു എന്താ പറയുക, ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ ആ വീഡിയോ എൻജോയ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ തന്നെ എടുത്ത് പ്രത്യേകം പറയുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും ദയവേത് നിങ്ങൾ വാച്ച് ചെയ്യുക. ഒരു വീഡിയോസ് പോലും ദയവേത് സ്കിപ്പ് ചെയ്യരുത്. കാരണം സ്പീഡ് കൂടുതലുള്ള വീഡിയോസ് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഒക്കെ നല്ല സ്പീഡാണ്. അപ്പൊ അത് നമുക്ക് വീഡിയോ കൈകാര്യം ചെയ്യാനോ അതുപോലെ തന്നെ നമുക്ക് ക്യാമറ കൈകാര്യം ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു അന്നൊക്കെ. നമുക്ക് യൂട്യൂബ് മേഖലയിൽ നമുക്ക് പരിചയമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് ആ സ്പീഡും കാര്യങ്ങളൊക്കെ വന്നത് തുടക്കത്തിൽ നമ്മൾ ചെയ്ത വീഡിയോ ഒക്കെ. കാരണം ഇപ്പോൾ 1 വർഷമായി വീഡിയോ നമ്മൾ ചെയ്തു തുടങ്ങിയിട്ട്. അപ്പൊ അങ്ങനത്തെ രീതിയിലുള്ള എന്താ പറയാ പോരായ്മകളൊക്കെ നിങ്ങൾ ദയവേത് ക്ഷമിക്കുക. അതുപോലെ തന്നെ ദയവേത് സഹകരിക്കുക എന്ന് പറയാൻ നമുക്ക് ആവുള്ളൂ. എന്തായാലും എല്ലാ വീഡിയോസും നിങ്ങൾ വാച്ച് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പൊ അത് നമ്മളിവിടെ പറയണമെന്നുള്ളൂ. നമുക്ക് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങളുടെ താല്പര്യമാണ്. പിന്നെ നിങ്ങൾക്ക് ആൻസേഴ്സ് വേണമെങ്കിൽ ചെക്ക് ചെയ്യുക. കാരണം ഇപ്പൊ നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഒരു വീഡിയോ കൂടി ചെയ്യുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇത് കറക്റ്റ് ആൻസർ ആയതുകൊണ്ട് തന്നെ ഇതും നിങ്ങൾ ഈ വീഡിയോയിൽ ദയവേത് ഒന്ന് മനസ്സിലാക്കി പോകണം എന്നും കൂടി പറയണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ആൻസേഴ്സും കൂടി കാണിച്ചത്. കാരണം ഇത്തരം ക്വസ്റ്റ്യൻസ് ഉള്ളു, അതുകൊണ്ടാണ് ഈ ആൻസേഴ്സ് നമുക്ക് ഇതിന്റെ ഒപ്പം തന്നെ പറയാൻ പറ്റിയത്. പറക്കൊന്ന് ദയവേത് മനസ്സിലാക്കാം. ഇതിൽ ചില വെറൈറ്റി ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ ഉണ്ട്. ചിലതൊക്കെ ഈ 71 ക്വസ്റ്റ്യനിലൊക്കെ അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള വേർഡ്സ് ആണ് ആ പേരുകളൊക്കെ. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞപ്പോൾ അത് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നി. എന്തായാലും നല്ല നല്ല വേർഡ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിച്ച് പോവുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, എന്നാലും പറയണമെന്നുള്ളൂ. പിന്നെ നമ്മൾ സോങ്സ് ഒക്കെ മിക്സ് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് സ്വാതന്ത്ര്യദിനത്തിന്റെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറെ വീഡിയോസ് ഒക്കെ. അപ്പൊ ആ വീഡിയോസും പ്രത്യേകം താല്പര്യമെടുത്ത് നിങ്ങൾ വാച്ച് ചെയ്യണം. കാരണം സാധാരണ വീഡിയോസ് പോലെ അല്ല, അത് എന്റർടൈൻമെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ കൂടിയും രസകരമായിരിക്കും ആ വീഡിയോസ് ഒക്കെ. അതൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലും ആത്മാർത്ഥമായിട്ടുള്ള താല്പര്യത്തിലും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ.
എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. അതുപോലെ തന്നെ എല്ലാവർക്കും ഹാവ് എ ഫാന്റാസ്റ്റിക് ഡേ ആൻഡ് ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ ടോപ്പിക്സുമായിട്ട് തന്നെ വരും. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.